നമസ്കാരം. നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഐഡിയയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ സേവിങ്സ് ഒരു സിസ്റ്റമാറ്റിക് രീതിയിലൂടെ കൂട്ടാൻ പറ്റുന്നത് എന്ന് നോക്കിയാലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും എന്തിനു വേണ്ടിയാ പണം സേവ് ചെയ്യുന്നത്? ഒരു പുതിയ വീട് വാങ്ങാനാണോ, അല്ലെങ്കിൽ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയാണോ, ചിലപ്പോൾ ഒരു വേൾഡ് ടൂറ് അല്ലേ? നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഈ ടോപ്പിക്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് തുടങ്ങാം. ശരി, അപ്പോ ഈ സ്വപ്നങ്ങളെയൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമാക്കി മാറ്റാം, അല്ലേ? ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഒരു കറക്റ്റ് ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ആ മാജിക് നമ്പർ 20–25%. അതായത് ടാക്സ് ഒക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 20 മുതൽ 25% വരെ സേവ് ചെയ്യുക. ഇതൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ ബേസ് ഉണ്ടാക്കാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി കരിയറിന്റെ ഒക്കെ ഒരു തുടക്ക സമയത്ത് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് 20–25% തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്, അല്ലേ? കാരണം സിമ്പിളാണ്. നമ്മുടെയൊക്കെ വലിയ വലിയ ലൈഫ് ഗോളുകളിലേക്കുള്ള താക്കോലാണ് ഈ ഒരു ശീലം. ഒരു വീടിന് ഡൗൺ പേയ്മെന്റ് കൊടുക്കാനായാലും ശരി, മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിനായാലും ശരി, എന്തിനു പറയുന്നു, ടെൻഷനില്ലാത്തൊരു റിട്ടയർമെന്റ് ലൈഫിനു വരെ ഈ ഒരു ശീലം നമ്മളെ സഹായിക്കും, ഉറപ്പാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സേവിങ്സ് ഒന്നും നടക്കില്ല. നമ്മുടെ പ്ലാൻസ് ഒക്കെ പാളം തെറ്റും. ജീവിതം കുറച്ചുകൂടെ കോംപ്ലക്സ് ആകുമ്പോൾ മിക്ക ഫാമിലീസും ചെന്നു വീഴുന്ന ഒരു ട്രാപ്പുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കൂ, ലൈഫ് മുന്നോട്ടു പോകുന്തോറും നമ്മുടെ ചെലവുകൾ കൂടും. അത് സ്വാഭാവികമാണ്. പക്ഷെ ആ കൂടുന്ന ചെലവുകൾക്ക് നമ്മുടെ സേവിങ്സിനെ വളരെ പെട്ടെന്ന് കാർന്നു തിന്നാൻ പറ്റും. ഒരു നല്ല പ്ലാൻ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എപ്പോഴാ വഴുതിപ്പോകുന്നതെന്ന് നമ്മൾ അറിയുക പോലുമില്ല. എന്തൊക്കെയാണ് ഈ ചിലവുകൾ കൂടാനുള്ള പ്രധാന കാരണങ്ങളെന്നറിയോ? ഇപ്പോ കുട്ടികളുണ്ടാവുന്നത് ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ പാർട്ട്ണർമാരിൽ ആരെങ്കിലും ഒരാൾക്ക് ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, വീട്, കാർ ലോണുകളുടെ EMI, കൂടാതെ അസുഖങ്ങൾ വരുമ്പോഴുള്ള ചിലവുകൾ, പ്രായമായ അച്ഛനമ്മമാരെ നോക്കേണ്ടി വരുന്നത്. ഇതൊക്കെ നമ്മുടെ സേവിങ്സിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് പറഞ്ഞത് മതി. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. നമ്മുടെ ഫാമിലിയുടെ ഫിനാൻസ് കൺട്രോൾ തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന ഒരു 4 സ്റ്റെപ്പുള്ള സിസ്റ്റം, അത് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ആ 4 സ്റ്റെപ്പുകൾ. ശ്രദ്ധിച്ചു കേൾക്കണം. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്താൽ എത്തുന്ന ഒരു സേവിങ്സ് എമൗണ്ട് ടാർഗറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3, എല്ലാ ചിലവുകൾക്കും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. പിന്നെ സ്റ്റെപ്പ് 4, കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഓർക്കണം, ഇത് പണം പിശുക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ പണത്തിനെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇനി ഈ സിസ്റ്റം വെറുതെ പറയുന്നതാണോ അതോ ശരിക്കും വർക്കാകുമോ? അത് കാണിക്കാൻ ഓവർ സ്പെൻഡിംഗ് എന്ന പ്രശ്നം നേരിട്ട 3 ഫാമിലീസിന്റെ കഥ നമുക്ക് നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാകും. ആദ്യം നമുക്ക് ശർമ്മ ഫാമിലിയെ പരിചയപ്പെടാം. അവരുടെ ഏറ്റവും വലിയ തലവേദന എന്തായിരുന്നോ? വലിയ വീട്ടുവാടകയും പിന്നെ എപ്പോഴും പുറത്തുനിന്നുള്ള ഭക്ഷണവും. അവരുടെ സൊല്യൂഷൻ പക്ഷേ വളരെ സിമ്പിളായിരുന്നു. അവരാദ്യം ചെയ്തത് വാടക കുറഞ്ഞൊരു വീട്ടിലേക്ക് മാറിയെന്നുള്ളതാണ്. പിന്നെ മാസത്തിൽ 4-5 തവണ പുറത്തുപോയി കഴിക്കുന്ന ശീലം നിർത്തി. അത് 1-2 തവണയായി കുറച്ചു. ഈ ചെറിയൊരു മാറ്റം അവരുടെ ബഡ്ജറ്റിലുണ്ടാക്കിയ വ്യത്യാസം വലുതായിരുന്നു. അടുത്തത് കൃഷ്ണൻ ഫാമിലിയാണ്. അവരുടെ പ്രശ്നം യാത്രാ ചെലവുകളായിരുന്നു. കൂടെ സൂപ്പർമാർക്കറ്റിൽ പോകുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന പണവും. അപ്പൊ അവരെന്താ ചെയ്തതെന്നോ? ട്രാൻസ്പോർട്ടേഷനു വേണ്ടി കാർ പൂളിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ കാർ ലോൺ റീഫിനാൻസ് ചെയ്തു. പിന്നെ സൂപ്പർമാർക്കറ്റിൽ പോയി കയ്യിൽ കിട്ടുന്നതെല്ലാം വാങ്ങുന്ന പരിപാടി നിർത്തി. പകരം ഓരോ ആഴ്ചയും എന്തൊക്കെ വേണം എന്നതിന്റെ ഒരു കൃത്യമായ ലിസ്റ്റ് ഉണ്ടാക്കി ഷോപ്പിങ്ങിന് പോയി. ഇനി അവസാനമായിട്ട് രാജാ ഫാമിലി. അവരുടെ മെയിൻ ചെലവ് എവിടെയായിരുന്നോ? എന്റർടൈൻമെന്റിനും ഷോപ്പിങ്ങിനും. ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാതെ എങ്ങനെ പണം സേവ് ചെയ്യാമെന്നാണ് ഇവർ കാണിച്ചു തന്നത്. എപ്പോഴും സിനിമയ്ക്ക് പോകുന്നതിന് പകരം പാർക്കിൽ പോകാനും വീട്ടിലിരുന്ന് ഗെയിംസ് കളിക്കാനുമൊക്കെ തുടങ്ങി. ഷോപ്പിങ്ങിന് ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തു. അതുപോലെ എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോൾ 24-hour റൂൾ ഫോളോ ചെയ്തു. അതായത് ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ശരിക്കും അത് വേണോ എന്ന് ഒന്നുകൂടെ ആലോചിക്കാൻ. കണ്ടില്ലേ, ചെറിയ ചെറിയ സ്മാർട്ട് തീരുമാനങ്ങൾ എത്ര വലിയ മാറ്റമാണുണ്ടാക്കുന്നതെന്ന്.
ഓക്കെ, അപ്പോൾ ഈ അറിവുകളൊക്കെ എങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാം? അതിനുള്ളൊരു ആക്ഷൻ പ്ലാനാണ് ഇനി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ പറയാം. ഒന്നാമതായി, നിങ്ങളുടെ വരുമാനത്തിന്റെ 20-25% സേവ് ചെയ്യാൻ എപ്പോഴും ലക്ഷ്യം വെക്കുക. 2, നിങ്ങളുടെ എല്ലാ ചെലവുകളും ചെറുതായാലും വലുതായാലും ട്രാക്ക് ചെയ്യുക. 3, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതിലുറച്ചു നിൽക്കുക. 4, എപ്പോഴും ചെലവുകൾ കുറയ്ക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുക. 5, നിങ്ങളുടെ സേവിങ്സ് ഓട്ടോമേറ്റ് ചെയ്യുക. അതായത് ശമ്പളം വരുമ്പോൾ തന്നെ ഒരു ഭാഗം സേവിങ്സിലേക്ക് മാറണം. അവസാനമായി, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പ്ലാനൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക. ഇനി ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് നല്ലൊരു കാര്യമാണ്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല ഉപദേശങ്ങൾ തരാനും നിങ്ങളുടെ ഗോളുകളിലേക്ക് പെട്ടെന്നെത്താൻ സഹായിക്കാനും പറ്റും. അപ്പോൾ പോകുന്നതിന് മുൻപ് എൻ്റെ ഒരു ചോദ്യം. ഈ വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെലവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഒരു ചെറിയ മാറ്റം മതി, അതൊരു വലിയ യാത്രയുടെ തുടക്കമാകും. അപ്പോൾ തീർച്ചയായും ചിന്തിക്കുക.